എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിങ് ആട്ടെ ഹീറോയിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി സായിഷുവിനെ ഭയങ്കര കെയറിങ്, ഭക്ഷണം വിളമ്പി കൊടുക്കുക, സായിഷു വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം കിങ് തിന്നുക. അങ്ങനെ രണ്ടുപേരുടെയും കെയറിങ് കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അവിടെ നിന്ന് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കടിച്ചമർത്തി അവിടെ ഇരിക്കുമ്പോഴാണ് സായിഷു അടുത്ത ഐഡിയ ആയിട്ടും വന്നത്. ഒരു ചുമന്ന ത്രെഡ് എടുത്തിട്ട് കപ്പിൾസ് രണ്ടുപേരും ഈ ഫെസ്റ്റിവൽ കഴിയുന്നത് വരെ ഈ ത്രെഡ് പൊട്ടാതെ രണ്ടുപേരും രണ്ടുപേരുടെ കയ്യിൽ കെട്ടി നടക്കുകയാണ്. അവർക്ക് വലിയ പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ കിങ് അതിനെ എതിർക്കാതെ അവൻ കെട്ടാൻ സമ്മതിച്ചു. അതും കൂടി കണ്ടപ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിൻ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഹീറോയിൻ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോയതും കിങ് വളരെ സന്തോഷത്തോടെ സായിഷുവിനോട് അവനെ സഹായിച്ചതിന് താങ്ക്സ് പറയും. അപ്പോഴാണ് നമുക്കും മനസ്സിലാവുന്നത് ഹീറോയിൻ അവൾക്ക് അമ്നേഷിയാണ്, എല്ലാം മറന്നു എന്ന് പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സായിഷുവും കിങ്ങും കൂടെ കളിച്ച കളിയായിരുന്നു ഇതെല്ലാം. ഇപ്പുറത്ത് നമ്മുടെ കോങ് ആട്ടെ ലീറ്റാവോ കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലിലെ റൂം കണ്ടെത്തുകയും അവിടെ പോയി സെർച്ച് ചെയ്യുകയും ചെയ്തു. അവിടെ അവന്റെ തലേണന്റെ അടിയിൽ നിന്നും അവനൊരു മാപ്പ് കിട്ടുകയും അത് കിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുകയും ചെയ്തു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കിനും എല്ലാവരും ലാന്റേൺസ് ഉണ്ടാക്കുകയായിരുന്നു. നമ്മുടെ കിങ്ങും സായിഷുവും ഒരുമിച്ചിരുന്ന് ലാന്റേൺസ് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ഹീറോയിന് ഒരുപാട് സങ്കടമായി. നമ്മുടെ ഹീറോയിൻ ലീറ്റാവോട് ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് എന്തെങ്കിലും കാരണം വേണോ എന്ന് ചോദിച്ചപ്പോൾ ലീറ്റാവോ പറയുന്നു, അങ്ങനെ കാരണമൊന്നും വേണ്ട, കാരണമുണ്ടെങ്കിൽ അതിനർത്ഥം ആ സ്നേഹം ജെന്യൂൻ അല്ല എന്നാണ്. നമുക്കൊരാളെ കാരണങ്ങളില്ലാതെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സത്യസന്ധമായ സ്നേഹം എന്ന് പറയുമ്പോൾ ഹീറോയിനും അതിനെ ശരിവെക്കുന്നു. ആ സമയം മുതലാക്കി ലീറ്റാവോ അവന്റെ പ്രണയം അവളോട് തുറന്നു പറയുന്നു. പക്ഷെ അവൾ പറയുന്നു, എന്റെ മനസ്സിൽ ഓൾറെഡി ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ലീറ്റാവോ കിങ്ങിനെയാണ്